കേരളത്തിൽ ഒരുപാട് നാടുകളുണ്ട് അല്ലേ? പക്ഷെ ചില സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും അത്തരം സ്ഥലങ്ങൾക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും അങ്ങനെയൊരിടമാണ്, തലയോലപ്പറമ്പ്. ഈയൊരു വാചകത്തിൽ എല്ലാമുണ്ട്. എന്താണിതിന്റെയൊക്കെ അർത്ഥം? പുഴ, ചന്ത, പള്ളി, അമ്പലം, ഇതിനെല്ലാം അപ്പുറം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ കൂടി ചേരുമ്പോൾ തലയോലപ്പറമ്പ് എങ്ങനെയാണ് വെറുമൊരു സ്ഥലപ്പേരല്ലാതായി മാറുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തലയോലപ്പറമ്പ് ഒരു ഒറ്റപ്പെട്ട സ്ഥലമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു കൂടിച്ചേരൽ കേന്ദ്രമാണ്. ചുറ്റുമുള്ള ഒരുപാട് ഗ്രാമങ്ങളിലെ ആളുകൾക്ക് കച്ചവടത്തിനും പ്രാർത്ഥിക്കാൻ, എന്തിനേറെ നാട്ടുവർത്തമാനം പറയാൻ വരെ ഒത്തുകൂടാനുള്ള ഒരു പ്രധാന ഇടം. ഇനി കുറച്ച് കണക്കുകളിലേക്ക് വരാം. കണ്ടാൽ കേരളത്തിലെ മറ്റേതൊരു ഗ്രാമപഞ്ചായത്തും പോലെ തന്നെ ഏകദേശം 22,000-ൽ പരം ആളുകൾ, ഉയർന്ന സാക്ഷരത, എല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കണക്കുകൾക്കപ്പുറമാണ് തലയോലപ്പറമ്പിന്റെ ശരിക്കുള്ള കഥ. അപ്പോ ഈ പട്ടണത്തിന് ജീവൻ നൽകുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായും 2 കാര്യങ്ങളാണ് തലയോലപ്പറമ്പിന്റെ അടിത്തറ എന്ന് പറയാം. ഒന്ന്, ഒഴുകുന്ന പുഴ. പിന്നെ ഒരിക്കലും ആരവമൊഴിയാത്ത അവിടുത്തെ ചന്ത. ഒരു കാലത്ത് ഈ നാടിന്റെ ഓരോ ദിവസവും ഉണർന്നിരുന്നത് മൂവാറ്റുപുഴയാറിന്റെ കളകളാരവം കേട്ടുകൊണ്ടായിരിക്കും. ആളുകൾക്ക് കുളിക്കാനും സാധനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കൊണ്ടുപോകാനും കഥകൾ പറയാനും എല്ലാത്തിനും ഈ പുഴ വേണമായിരുന്നു. ഇന്ന് പ്രതാപം കുറഞ്ഞിട്ടുണ്ടാവാം, എന്നാലും തലയോലപ്പറമ്പുകാരുടെ ഓർമ്മകളിൽ ഈ പുഴ ഇപ്പോഴും ഒഴുകുന്നുണ്ട്. പുഴയുടെ കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ നെടുന്തോൾ, അത് ഇന്നും സജീവമായ ഇവിടത്തെ ചന്തയാണ്. ചുറ്റുവട്ടത്തൊന്നും ഇത്രയും വലിയൊരു ചന്ത വേറെയില്ല. ഈ ചന്ത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. വേലുത്തമ്പി ദളവയുടെ കാലത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ആ തിരക്ക്, പല നാടുകളിൽ നിന്നുള്ള ആളുകൾ, ഉച്ചത്തിലുള്ള വിലപേശലുകൾ, പലതരം മണങ്ങൾ. ഇതൊരു വെറും മാർക്കറ്റായിരുന്നില്ല, ഒരു നാടിന്റെ തന്നെ ഹൃദയമിടിപ്പായിരുന്നു. ഇനിയാണ് ഏറ്റവും രസകരമായ ഭാഗം. ഈ നാട്ടിലെ ആളുകളുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് അവരുടെ ഓരോ ദിവസത്തെയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഇത് കെട്ടിടങ്ങളുടെ മാത്രം കഥ അല്ല, ഇവിടത്തെ മനുഷ്യരുടെ കൂടെ കഥയാണ്. തലയോലപ്പറമ്പിലൂടെ ഒന്ന് നടന്നുപോയാൽ മതി, ഒരേ സമയം നിങ്ങൾക്ക് അമ്പലത്തിലെ മണിനാദം കേൾക്കാം, തൊട്ടപ്പുറത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതും കേൾക്കാം, ക്രിസ്ത്യൻ പള്ളിയിലെ പ്രാർത്ഥനയും കേൾക്കാം. ഇവിടെ വിശ്വാസങ്ങൾ വേറിട്ട് നിൽക്കുന്നില്ല, മറിച്ച് ഒന്നായി ഒരുമിച്ച് ജീവിക്കുന്നു. അതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. ഇവിടത്തെ ഒരുപാട് ഹൈന്ദവ ആരാധനാലയങ്ങളിൽ പുണ്ടരീകപുരം ക്ഷേത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതിന്റെ കാരണം ഭക്തി മാത്രമല്ല, കല കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരച്ച പുരാണ കഥകൾ പറയുന്ന അതിമനോഹരമായ ചുവർച്ചിത്രങ്ങൾ, അതൊരു നിധി പോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ കാരണം തലയോലപ്പറമ്പിന് കേരളത്തിന്റെ കലാഭൂപടത്തിൽ തന്നെ സ്വന്തമായൊരിടമുണ്ട്. ആറ്റുവേല, ഇത് വെറും ഒരു ഉത്സവമല്ല. ആ പഴയകാലം, അതായത് പുഴയും വിശ്വാസവും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആ കാലം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ ഒരു ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലാണിത്. നാടു മുഴുവൻ പുഴക്കരയിൽ ഒരുമിക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെയാണ്. ഹൈന്ദവ പാരമ്പര്യം പോലെ തന്നെ തലയോലപ്പറമ്പിന്റെ ചരിത്രത്തിൽ ശക്തമായ വേരുകളുള്ള ഒന്നാണ് ഇവിടത്തെ ക്രൈസ്തവ സമൂഹം. അതിന്റെ എല്ലാം കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് സെന്റ് ജോർജ് പള്ളിയാണ്. ഇതൊരു പള്ളി മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ആശ്രയകേന്ദ്രം കൂടിയാണ്. പല ദിക്കുകളിൽ നിന്നുപോലും ആളുകൾ പ്രാർത്ഥിക്കാനായി സ്ഥിരമായി ഇവിടെ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ തലയോലപ്പറമ്പിന്റെ രൂപം തന്നെ മാറും. നൊവേനയിൽ പങ്കെടുക്കാൻ വരുന്നവരെക്കൊണ്ട് പള്ളിയും പരിസരവും നിറയും. ആ ഒരു ദിവസത്തെ പ്രാർത്ഥന ഈ നാടിന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ചന്തയുടെ ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. കാരണം അവിടുത്തെ തിരക്കിനിടയിലാണ് തലയോലപ്പറമ്പിന്റെ ഇസ്ലാമിക പൈതൃകത്തിന്റെ അടയാളമായ പഴയ മുഹിയുദ്ദീൻ പള്ളി നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുന്നത് നേരെ ചന്തയുടെ ബഹളത്തിലേക്കാണ്. ഇവിടെ വിശ്വാസവും കച്ചവടവും ജീവിതവും വേറിട്ടല്ല, എല്ലാം ഒന്നിച്ചാണ് ഒഴുകുന്നത്. അപ്പോ കച്ചവടവും വിശ്വാസവുമെല്ലാം ചേർന്നതാണ് തലയോലപ്പറമ്പ്. പക്ഷെ തീർന്നില്ല. ഇതിനെല്ലാം മുകളിൽ ഈ നാടിനെ ലോകം മുഴുവൻ അറിയപ്പെടാൻ സഹായിച്ച മറ്റൊരു വലിയ കാര്യമുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ബേപ്പൂർ സുൽത്താൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം ജനിച്ചു വളർന്ന മണ്ണാണിത്. ആ ഒരൊറ്റ കാര്യം മാത്രം മതി തലയോലപ്പറമ്പിലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, ബഷീറിന്റെ കഥകളിലെ പാത്തുമ്മയും ആടും
എട്ടുകാലി മമ്മൂഞ്ഞുമൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. ഈ ചന്തയിലും പുഴക്കരയിലുമൊക്കെ ജീവിച്ച നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ, അവരായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. ശരിക്കും പറഞ്ഞാൽ തലയോലപ്പറമ്പിന്റെ ആത്മാവാണ് ബഷീറിന്റെ വാക്കുകളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞത്. അപ്പോ പുഴ, ചന്ത, പലതരം വിശ്വാസങ്ങൾ, പിന്നെ ബഷീറിന്റെ ഓർമ്മകൾ, ഇതെല്ലാം ചേരുമ്പോ തലയോലപ്പറമ്പ് എന്തായി മാറുന്നു? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഇതൊരു ഫോർമുല പോലെയാണ്. ആദ്യം പുഴയുടെയും ചന്തയുടെയും ശക്തമായ അടിത്തറ, അതിലേക്ക് പല വിശ്വാസങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം ചേർക്കുക. അതിന്റെ മുകളിൽ ബഷീറിന്റെ സാഹിത്യ പാരമ്പര്യം കൂടി വരുമ്പോൾ കിട്ടുന്നത് തലയോലപ്പറമ്പ് എന്ന സവിശേഷമായ ഒരു അനുഭവമാണ്. ഇതൊരു വലിയ മഹാനഗരമൊന്നുമല്ല, പക്ഷേ ഓർമ്മകളും കഥകളും കൊണ്ട് വളരെ സമ്പന്നമായ ഒരിടമാണ്. ഒരുപക്ഷേ ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യവും. തലയോലപ്പറമ്പ് പോലുള്ള ചെറിയ ഇടങ്ങൾക്കുള്ളിൽ എത്ര വലിയ ലോകങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ അവസാനം ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണൊരു സ്ഥലത്തെ വലുതാക്കുന്നത്? അതിന്റെ കിലോമീറ്ററുകളാണോ, അതോ അതിന് പറയാനുള്ള എണ്ണമില്ലാത്ത കഥകളാണോ? തലയോലപ്പറമ്പിന്റെ കഥ കേട്ടുകഴിഞ്ഞപ്പോ നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICM കമ്പ്യൂട്ടേഴ്സ് തലയോലപ്പറമ്പ്.